أعوذ بالله بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله بسم الله الرحمن الرحيم وإذ قال موسى لقومه اذكروا نعمة الله عليكم إذ أنجاكم من آل فرعون يسومونكم سوء العذاب ويذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم صدق الله رسول النبي الكريم ാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷയം സംസാരിച്ചു. മാനസിക സമ്മർദ്ദം. ഈ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് മനഃശാസ്ത്രം ഖുർആനിലൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ വിഷയത്തിൻ്റെ തുടർക്കഥയായി മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. മാനസിക വിഷമം വന്നാൽ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് പറഞ്ഞു. എന്നാൽ മാനസിക ആരോഗ്യം ലഭിക്കാൻ ഒരു മനുഷ്യന് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അവൻ ആദ്യം വേണ്ടത് ശാരീരികമായ ആരോഗ്യത്തിനപ്പുറത്തേക്ക് മാനസികമായ ആരോഗ്യമാണ് അയാൾക്ക് വേണ്ടത്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്ത് ചെയ്യുമ്പോഴും മനസ്സിലുണ്ടാവുന്ന ആരോഗ്യം, കൽബിൻ്റെ ആരോഗ്യം, മാനസികമായ സംതൃപ്തി, മാനസികമായ തൃപ്തി, ഏത് കാര്യത്തിലും അതങ്ങനെയാണ്. എന്നാലേ മനുഷ്യനെ എന്ത് ചെയ്യുമ്പോഴും, നാം ഏത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും മനസ്സിൻ്റെ അവസ്ഥ സന്തോഷകരമായ അവസ്ഥയാണ്, ശാന്തപരമായ അവസ്ഥയാണ്, വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായ രീതിയിലാണ്, പ്രശ്നങ്ങളില്ലാതെ മാനസികമായി നല്ല തൃപ്തിപ്പെട്ടു പോകാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്കെല്ലാത്തിനും ഒരു ഉന്മേഷം ഉണ്ടാകും. നിസ്കരിക്കാൻ കൈവെട്ടുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാനസികമായ സംഘർഷം, പിരിമുറുക്കം അതത്ര നമുക്ക് സുഖകരമാണ്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ശാരീരിക ആരോഗ്യത്തിന് പുറമെ, ശാരീരിക സൗഖ്യത്തിന് പുറമെ മനസ്സിൻ്റെ സമനിലയും കൂടി നേരെയായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാനസിക ആരോഗ്യം കൂടി മെച്ചപ്പെട്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വല്ലാത്തൊരു പവറായിരിക്കും. ആ മാനസിക സന്തോഷത്തിന് വേണ്ടിയാണ്, മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്, മാനസിക ആരോഗ്യത്തിന് വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം, അമലുകൾ, ഇബാദത്തുകൾ, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് അടുക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും, അത് കുറച്ചാണെങ്കിൽ പോലും നിങ്ങളത് ചെയ്യാൻ മടി കാണിക്കരുത്, പിശുക്ക് കാണിക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഓരോ ക്ലാസ്സിലും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സുഖസൂചകമായി പറഞ്ഞു. ശരീരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ശാരീരികമായ സുഖങ്ങളുടെ, അള്ളാഹുവിൻ്റെ ശുക്രിനെ കുറിച്ച്, ദുആ നിസ്കാരത്തിൻ്റെ പവിത്രതയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനസ്സ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസ് പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു സാധനമുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഒരു വസ്തുവുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. അത് ഹൃദയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരുമാറാകട്ടെ. ഏതായാലും പരിശുദ്ധ ഖുർആൻ നൽകുന്ന മനഃശാസ്ത്ര പാഠങ്ങൾ ഒരുപാടുണ്ട്. സൂറത്തുൽ അൻആമിൽ തന്നെ തുടങ്ങാം. സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു തആല നമ്മൾ പരിചയപ്പെടുന്ന ഒരു ആയത്തുണ്ട്, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ തുമ്മ ഇലാ റബ്ബിഹിം യുഹ്ശറൂൻ.
മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇൻ സുമ്മ ഇലാ റബ്ബിഹിം യശ്റഊൻ. ഈ ഗ്രന്ഥത്തിൽ യാതൊരു വീഴ്ചയും നാം വരുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാൽ മാനസിക ആരോഗ്യം ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന്റെ സന്തുലിതാവസ്ഥ, മനസ്സിന് നല്ലൊരു ഉന്മേഷം കിട്ടണമെങ്കിൽ, സമാധാനം കിട്ടാൻ ഏറ്റവും നല്ല വഴി അത് പറയാണ് ഖുർആൻ പാരായണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആൻ ഇങ്ങനെ നിരന്തരം പാരായണം ചെയ്യുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുളിർമയുണ്ടാകും. അതുകൊണ്ട് ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇൻ സുമ്മ ഇലാ റബ്ബിഹിം യശ്റഊൻ. ഈ ഗ്രന്ഥത്തിൽ യാതൊരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ കലാമിൽ ഒരു വീഴ്ചയും അല്ലാഹു തആല വരുത്തിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു തആല വീണ്ടും ആവർത്തിക്കുകയാണ്. മനഃശാസ്ത്രം എന്ന് പറയുന്ന വിഷയം ഖുർആനിൽ എന്ന് പറയുമ്പോൾ അള്ളാഹു ഓരോരുത്തരെയും മനസ്സിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടല്ല അല്ലാഹു ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിയുള്ള ആൾക്കാരോടാണ് എന്ന് അല്ലാഹു അടിക്കടി ഖുർആനിലൂടെ ഇങ്ങനെ പറയുന്നത് കാണാം. യാ ഉലുൽ അൽബാബ്, ചിന്ത ഉടയരായ മനുഷ്യരെ, ചിന്ത ഉടയവരെ എന്ന് അല്ലാഹു ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നതാണ്. അത് വലിയൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. അല്ലാഹു തആല അഭിസംബോധന ചെയ്തത് ബുദ്ധിയുള്ള മനുഷ്യരോടാണ്, ബുദ്ധിയുള്ള അടിമകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് അല്ലാഹു തആല അടിക്കടി ഇങ്ങനെ പറയുന്നത് കാണാം. അതെ അല്ലാഹു തആല പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആനിനെ അതിന്റെ ആയത്തിൽ നിങ്ങൾ ചിന്തിക്കുക. ഖുർആനിനെ കുറിച്ച് ആയത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു വലിയ സമാധാനത്തിന്റെ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അല്ലാഹു തആല നമ്മളോട് പറയാം. നമുക്ക് ഖുർആൻ ഓതാൻ നേരം ഉണ്ടാവില്ല. നോമ്പ് റമദാൻ വന്നു കഴിഞ്ഞാൽ നിരന്തരം ഓതും. ഇവിടെയല്ല, മൊത്തത്തിലല്ല പറയുന്നത്. ചില ആൾക്കാരുടെ കഥ എങ്ങനെയാണ്, ഖുർആൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്തങ്ങൾക്ക് തീർക്കും. ഖുർആൻ റമദാൻ വന്നിട്ടും ഓതാത്തവരുണ്ടാവും. അല്ലാഹു അത്തരക്കാരിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലേ, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നോക്കുക നമ്മളെ. ആ ഖുർആനെ കുറിച്ചിട്ട് മനഃശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യന്റെ മനസ്സ് വികസിക്കാൻ വേണ്ടി അല്ലാഹു പറയാണ് അഫലാ യതദബ്ബറൂനൽ ഖുർആന. ഖുർആനിനെ നിങ്ങൾ ആയത്തിൽ ചിന്തിക്കുക. ഖുർആൻ നിങ്ങൾ തുറന്നു പിടിക്കുക. അത് മനസ്സറിൽ നിന്ന് പാരായണം ചെയ്യും. അത് മനസ്സിന് സമാധാനമാണ്, മനസ്സിന്റെ മരുന്നാണ്, മന്ത്രമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഒരുപാട് വിഷയങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വരാൻ പോകുന്ന ഒരു തലമുറയെ മുഴുവനും അല്ലാഹു തആല പഴയ തലമുറയിലേക്ക് തട്ടിച്ചുകൊണ്ട് ആ മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഖുർആനിൽ പറയുന്ന ചരിത്രങ്ങൾ, പൂർവ്വകാല നബിമാരുടെ ചരിത്രം, ആ ചരിത്രം അതിലൂടെ സമകാലികമായ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ പാഠങ്ങൾ സഹിതമാണ് അല്ലാഹു തആല അത് പറയുന്നത്. ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നത്. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പറയുക എന്നതിലേക്കപ്പുറം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ അള്ളാഹു മഹാന്മാരായ അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സമകാലിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ പാഠങ്ങൾ സഹിതമാണെന്ന് വിശദീകരിക്കുക. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടാവും. വിഷമിച്ചിരിക്കുന്നവന് വിഷമം നീങ്ങാൻ പാഠം ഉൾക്കൊള്ളുന്ന ചരിത്രമുണ്ടാകും. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ കഴിഞ്ഞ വിഷയങ്ങൾ, നമ്മുടെ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഭാഗം പറഞ്ഞപ്പോൾ, മാനസിക സമ്മർദ്ദം എന്ന വിഷയം പറഞ്ഞപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞായിരുന്നു. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. ഇവിടെ ഇന്ന് മാനസിക ആരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമായതാണ് മാനസിക സംതൃപ്തി. അതിലേറ്റവും നല്ലത്, ഏറ്റവും നല്ല മരുന്ന് അല്ലാഹു തആല നമുക്ക് നൽകിയത് ഉറക്കമാണ്. ഒത്തിരി ആൾ പറയാറുണ്ട് ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് മാനസിക ആരോഗ്യത്തിന് വന്ന തകരാറാണ് എന്നത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ആ ഉറക്കം നന്നായി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് വിഷമം വന്നാലും ആ റബ്ബ് കൂടെയുണ്ട്. അല്ലേ, ഉറക്കം മാനസിക ആരോഗ്യത്തിന്റെ ഏറ്റവും നല്ലൊരു സംവിധാനമാണ്. ഇത്തരം വിഷയങ്ങൾ ഖുർആനിൽ ഏറ്റവും കൂടുതൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത്. ഇവിടെ ചരിത്രം പറയാൻ വേണ്ടിയല്ല, മറിച്ച് ആ ചരിത്രങ്ങളിലുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാഹു തആല അതിലൂടെ ഈ ഉമ്മത്തിനെ ഉന്നമനം വിട്ടിരിക്കുന്നത്, അല്ലാഹു തആല ഈ ഉമ്മത്തിനെ ബോധവൽക്കരിക്കുന്നത് ചില മാർഗനിർദ്ദേശങ്ങളാണ്. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പറയുമ്പോൾ
അല്ലാഹു തആല ആഗ്രഹിക്കുന്നത് ഈ ഉമ്മത്തിന്റെ ഉന്നമനമാണ്, ഒരു ബോധവൽക്കരണമാണ് എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഫിറഔന്റെ ചരിത്രം പറയുന്നുണ്ട്. ഫിറഔന്റെ മുമ്പിലേക്ക് ഒരു ജോത്സ്യൻ എങ്ങനെയാണ് മാനസിക സമ്മർദ്ദവും മാനസികമായ ഒരു മനുഷ്യൻ നില തെറ്റിപ്പോകുന്നത്, മനോനില തെറ്റിപ്പോകാൻ പല കാരണങ്ങളുണ്ട്. അത് ചിലപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കണമെന്നില്ല. അനുഭവങ്ങൾ വരുന്നതിന് മുമ്പ് നാക്കിന്റെ മൂർച്ച ഭയങ്കര എന്ന് പറയുന്നത്. ഒരാൾ വാളുകൊണ്ട് വെട്ടിയാൽ ആ മുറിവ് ഉണങ്ങും, അടിച്ചാൽ ആ മുറിവ് ഉണങ്ങും. പക്ഷെ നാക്ക് ചില സംസാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത്, അതുണ്ടാക്കുന്ന ഭയപ്പാട്, അതുണ്ടാക്കുന്ന ഭീതി, അതുണ്ടാക്കുന്ന മാനസികമായ പ്രശ്നം, സംഘർഷം വളരെ വലുതായിരിക്കും. എന്തിന്? ഫിറഔന്റെ ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആൻ ഫിറഔന്റെ ചരിത്രം അല്ലാഹു തആല പറയുന്നത് എന്തിനാണെന്നറിയോ? ആ ഫിറഔൻ ആ സംഭവം വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല പറയാണ്. ഒരു ജ്യോത്സ്യം വന്ന് ഫിറഔനോട് പറയാണ്, യൂലദു മൗലൂദു യദ്ഹബു മുൽകു അലാ യദിഹി മുൽക അലാ യദിഹി. ഒരാൾ വന്ന് ഫിറഔനോട് പറയാണ്, യൂലദു മൗലൂദു, ഒരു കുഞ്ഞിവിടെ പ്രസവിക്കപ്പെടാൻ പോകുന്നു. ഓക്കെ, ഒരു മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്നതിലേക്കുള്ള ഒരു പാഠമാണ്, സൂചകമാണ്. ഫിറൗനോട് ഈ ജ്യോത്സ്യം എന്ന് പറയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല, പറഞ്ഞ കാലങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അല്ലാഹു തആല അവിടെ ബാക്കി വെച്ചതാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ്, യൂലദു മൗലൂദു യദ്അബു മുൽക അലാ യദിഹി. ഈ ബനൂ ഇസ്രായേൽ സന്തതിയിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ടോ യദ്അബു മുൽക അലാ യദിഹി, നിന്റെ കയ്യിൽ നിന്നും താങ്കളെ കയ്യിൽ നിന്നും അധികാരത്തെ ആ കുട്ടി തട്ടിത്തെറിപ്പിക്കും, താങ്കൾ കൊല്ലപ്പെടുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ജ്യോത്സ്യം വന്ന് ഫിറൗനോട് പറഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്നറിയും? അവിടെയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഖുർആനിലൂടെ നമ്മൾ വിവരിക്കുന്നത്. അന്ന് മുതൽ മുമ്പ് ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ്. സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ കൊട്ടാരത്തിൽ കിടക്കുന്ന ജ്യോത്സ്യം വന്നിട്ട് പറയാ, യൂലദു മൗലൂദു യദ്അബു മുൽക അലാ യദിഹി, കയ്യിൽ കിടക്കുന്ന അധികാരം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു കുഞ്ഞിവിടെ ജനിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പരെടുത്ത പണിയെന്നറിയോ? പട്ടാളക്കാരെ മുഴുവൻ അയച്ച്, നമുക്ക് ചരിത്രം അറിയാം, എല്ലാ ഭാഗത്തേക്കും പട്ടാളക്കാരൊക്കെ ബനൂ ഇസ്രായേൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞിനെയും കൊല്ലും. 4000-ലധികം ആൺകുഞ്ഞുകളെ ഫിറഔൻ കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പറയുന്നത് കാണാം. അപ്പോഴാണ് ആര് ജനിക്കുന്നത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം വികലമാക്കാൻ കഴിയും, ഒരു മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം സമാധാനപ്പെടുത്താനും റബ്ബിന് കഴിയും എന്നതിന് തെളിവാണിത് പറയുന്നത് ഖുർആനിലൂടെ. അവനെ വികലമാക്കി, അവന്റെ മനസ്സമാധാനം അല്ലാഹു തആല കളഞ്ഞു. ഫിറഔന്റെ മനസ്സമാധാനം മനഃശാസ്ത്രം പറയുന്ന ഖുർആൻ എന്താണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന ഖുർആൻ, ഫിറഔന്റെ ചരിത്രത്തിലൂടെ ആ മനഃശാസ്ത്രം അല്ലാഹു ലോകത്തിന് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. യൂലദു മൗലൂദു യദ്അബു പറഞ്ഞതുപോലെ അവസാനം ഈ നാട്ടിൽ ഒരു ആൺകുഞ്ഞിന് സന്താനം പിറക്കുന്നതോടെ അവൻ നിന്റെ കരങ്ങളിൽ നിന്ന് അധികാരത്തെ തട്ടിത്തെറിപ്പിക്കും, കൊല്ലുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കലോടുകൂടി ഫിറഔൻ അസ്വസ്ഥനാവുകയാണ്. ഫിറഔൻ അതോടുകൂടി അസ്വസ്ഥനായി. എല്ലാ നാട്ടിലേക്കും പിന്നെ ആൾക്കാർ, ഒരു മനുഷ്യന്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവനും ഭ്രാന്തനായി മാറും. ഈ ചരിത്രം അതിൽ തെളിവാണ്. മനഃശാസ്ത്രം ഖുർആനിലൂടെ എന്ന് പറയുന്ന വിഷയം ഇവിടെ സംവദിക്കുമ്പോൾ ഈ ചരിത്രം അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒരാളെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും സമാധാനിപ്പിക്കുന്നതും റബ്ബാണ്, അല്ലാഹുവാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ അലങ്കോലമാക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹു നമ്മുടെ മനസ്സിനെ നന്നാക്കി തെരുമാറാവട്ടെ. പട്ടാളക്കാർ 4 ഭാഗത്തയച്ച് സൂറത്തുൽ ഖസസിൽ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിവിടെ ജനിക്കാനുണ്ട്. ആ കുഞ്ഞ് അന്ന് ഇപ്പുറം നേരെ പടച്ചോൻ അവിടെ ഫിറഔന്റെ മനസ്സമാധാനം കെടുത്തി. മനഃശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യന്റെ ഫിറഔന്റെ മനസ്സമാധാനം കളഞ്ഞു. അന്ന് ഇപ്പുറം ബേജാറായി നിൽക്കുന്ന ഒരാളുണ്ട്. ആരാത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ. അതും മനസ്സല്ലേ, അതും മാനസികാരോഗ്യത്തിന് ബാധിക്കുന്ന സംഗതിയല്ലേ. പക്ഷെ അവിടെ അല്ലാഹു തആല മനസ്സമാധാനത്തിന് മരുന്ന് കൊടുത്തു. ഫിറഔനെ വിഭ്രാന്തിയിലാക്കിയ അതേ പടച്ചോൻ, ഫിറഔനെ വിഭ്രാന്തിയിലാക്കിയ പരിഹാസിതനാക്കിയ അതേ പടച്ചോൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സ് വായിച്ചറിഞ്ഞ റബ്ബ് പറയാ. സൂറത്തുൽ ഖസസ് അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ്.
അതിൽ 7-ാമത്തെ അധ്യായത്തിൽ കാണാം വൗഹൈനാ ഇലാ ഉമ്മി മൂസ വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളി ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ. സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹ് പറയാണ്, അപ്പുറം ഫിറഔന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഫിറൗന്റെ പട്ടാളക്കാരെ മുഴുവനും ഇപ്പുറം ഒരു ആൺകുഞ്ഞിനെ തേടി നടന്ന് 4000-ൽ പരം വരുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ഫിറഔൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയുടെ വീട്ടിലേക്ക് വരുമെന്ന് കണ്ടപ്പോ അവിടെ ബേജാറായി നിൽക്കുന്ന മൂസാ നബിയുടെ ഉമ്മയോട് അല്ലാഹ് പറയുകയാണ്, വൗഹൈനാ ഇലാ ഉമ്മി മൂസ, വൗഹൈനാ നമ്മൾ വഹയിറക്കി ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയിലേക്ക് നമ്മൾ വഹയിറക്കി. എന്താ അല്ലാഹ് ആദ്യം പറഞ്ഞ വാക്ക്? ലോകത്തൊരു ഉമ്മയോട് പറയാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ വാക്കാണ് അല്ലാഹു തആല പറഞ്ഞത്. ലോകത്തൊരു ഉമ്മയോട്, മാതാവിനോട് ആർക്ക് പറയാൻ പറ്റുന്ന സുന്ദരമായ ഏറ്റവും സമാധാനപരമായ ഒരു വാക്കാണ് അല്ലാഹു ആദ്യം പറഞ്ഞത്. എന്താ അല്ലാഹ് പറഞ്ഞത്? മൂസാ നബിയുടെ ഉമ്മയോട് ബേജാറാവണ്ട എന്നല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞ വാക്ക് ഒരു മാതാവ് ചെയ്യേണ്ട കടമയാണ്, ഒരു മാതാവ് കുഞ്ഞിനോട് ചെയ്യേണ്ട കടമയാണ്. ഇതാണ് മനഃശാസ്ത്രം. ലോകത്തെ എല്ലാ ഓരോ മനുഷ്യന്റെയും മനഃശാസ്ത്രമാണ് ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചത്. ഒരാൾ എങ്ങനെയാവണം, ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത്, എവിടെയാണ് അവൻ ചെന്ന് മുട്ടേണ്ടത് എന്നുള്ള ഏറ്റവും വലിയ മനഃശാസ്ത്രം അള്ളയാണ് പഠിപ്പിച്ചത്. ആ അള്ളയാണ് പറഞ്ഞത് വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബിയുടെ ഉമ്മയിലേക്ക് നമ്മൾ വഹയിറക്കി. അല്ലാഹ് ആദ്യം പറഞ്ഞ വാക്ക് നീ ബേജാറാവണ്ട, നീ ടെൻഷൻ അടിക്കണ്ട എന്നല്ല പറഞ്ഞത്. ലോകത്ത് ഏത് മാതാവും ആദ്യം ചെയ്യേണ്ട കടമയുണ്ട് ഒരു കുഞ്ഞിനോട്. ആ കടമയാണ് അല്ലാഹു ആദ്യം പറഞ്ഞു കൊടുത്തത്. എന്താ അല്ലാഹ് പറഞ്ഞത്? അന്ന അർളിഹി, മൂസാ നബിയുടെ ഉമ്മയോട് അല്ലാഹ് പറയാ അർളിഹി, മൂസയുടെ ഉമ്മയോട് പറയാ കുട്ടിക്ക് മുല കൊടുക്ക്, കുഞ്ഞിന് മുലപ്പാല് കൊടുക്ക്. മൂസാ നബിയുടെ ഉമ്മയോട്, മാതാവിനോട് അല്ലാഹ് ആദ്യം പറഞ്ഞ വാക്ക് കുഞ്ഞിന് ആദ്യം ഒന്ന് മുല കൊടുക്കുന്നു, മുലപ്പാല് കൊടുക്കണ, അത് ദാഹിച്ച് വലയുകയാണ്, അതുകൊണ്ട് ടെൻഷന് വേണ്ട, കുഞ്ഞിന് മുലപ്പാല് കൊടുക്ക്. രണ്ടാമതാണെന്ന് പറഞ്ഞത് ഫൈദാ ഹിത്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മ്, ഫൈദാ ഹിത്തി അലൈഹി, ഒരു പെട്ടി ഉണ്ടാക്കുക, ആ പെട്ടിയിൽ ആ കുഞ്ഞിനെ കടത്തുക. ഫഅൽഖീഹി ഫിൽ യമ്മ്, അത് കൊണ്ടുപോയി നദിയിൽ ഒഴുക്കുക. നമുക്കറിയാം, നമ്മൾ വല്ല ടൂർ പോവുകയാണെങ്കിൽ, കടൽ കാണാൻ വേണ്ടി നമ്മൾ ടൂർ പോകുമ്പോൾ വല്ല ബീച്ചിലേക്ക് പോയാൽ നമ്മുടെ മക്കളോ അതിൻ്റെ അടുത്തേക്ക് പാഞ്ഞാൽ നമ്മളെ നെഞ്ചിടിപ്പ് കൂടും. ചെറിയ മക്കൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഓരോ മാതാവിൻ്റെയും നെഞ്ചിടിപ്പ് കൂടും, ഓരോ പിതാവിൻ്റെയും നെഞ്ചിടിപ്പ് കൂടും. നമ്മൾ പിന്നാലെ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ കൈ പിടിക്കും. എന്തേ കാരണം? ആ സമുദ്രത്തിലെങ്ങാനും എൻ്റെ കുഞ്ഞ് പോയാൽ എന്നുള്ള ബേജാറാണ്. ഇതുപോലെയാണ് അല്ലാഹ് പറഞ്ഞു, ഒരു പെട്ടി ഉണ്ടാക്കി, ആ പെട്ടിയിൽ കുഞ്ഞിനെ കടത്തി നേരെ കൊണ്ടുപോയി നദിയിൽ കൊണ്ടുപോയി ഇടണേ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഒരു മാതാവിൻ്റെ മനസ്സ് വേദനിച്ചു. അവിടെയും ഒരു മാതാവിൻ്റെ മനസ്സ് വേദനിച്ചു. ലോകത്തെ ഏത് മാതാവിൻ്റെയും മനസ്സൊന്ന് വേദനിക്കും. അല്ലാഹു തആല മനഃശാസ്ത്രമാണ് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിച്ചെടുക്കേണ്ടത്, ഏത് രൂപേണയാണ് മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരേണ്ടത്, എന്ത് പറഞ്ഞാലാണ് മനസ്സിന് സമാധാനം ഉണ്ടാവുക. ആ ജഗന്നിയന്താവായ അല്ലാഹു പറയുകയാണ്, ഫഅൽഖീഹി ഫിൽ യമ്മ്, ആ പെട്ടിയിൽ കുഞ്ഞിനെ നിക്ഷേപിച്ചുകൊണ്ട് ആ കടലിൽ സമുദ്രത്തിലേക്ക് ആയപ്പരപ്പിന്റെ ഓളങ്ങൾ അടിയറിഞ്ഞു പോയ നൈൽ നദിയിലേക്ക് തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിടണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയോട് പറഞ്ഞപ്പം ആ മാതാവ് മനസ്സുകൊണ്ട് വേദനിച്ചു പോയി, ആ മാതാവ് കൽബ് കൊണ്ട് വേദനിച്ചു പോയി. ആ ഉമ്മ വേദനിച്ചപ്പോ അല്ലാഹ് പറയാണ് വലാ തഹാഫി വലാ തഹ്സനി. മൂന്നാമതാണ് അത് പറഞ്ഞത്. ആദ്യം പറഞ്ഞു കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുക, രണ്ടാമത് പറഞ്ഞു ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി ഭദ്രമായി നൈൽ നദിയിലിടുക. മൂന്നാമതാണ് അല്ലാഹ് പറഞ്ഞത് വലാ തഖാഫി വലാ തഹ്സനി.
ഏറ്റവും വലിയ മനഃശാസ്ത്രമാണ് ഖുർആനിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത്. വലാ തഖാഫി, ഭയപ്പെടണ്ട, വലാ തഹ്സനി, ദുഃഖിക്കണ്ട, മുഷിപ്പടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. വലാ തഖാഫി വലാ തഹ്സനി, ഭയപ്പെടാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. ഇന്നാ റാദു, 3 കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. 1 മുല കൊടുക്കാൻ വേണ്ടി പറഞ്ഞ്, 2 പെട്ടിയില്ലാതെ കുഞ്ഞിനെ വയ്ക്കാൻ വേണ്ടി പറഞ്ഞ്, 3ാമത് അല്ലാഹ് പറഞ്ഞ വാക്ക് പേടിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല. എന്ത് സമാധാനത്തിന്റെ വാക്കാ! അല്ലാഹ് ഖുർആനിലൂടെയാണ് പറഞ്ഞത്. എന്തോരം സമാധാനത്തിന്റെ വാക്കാണ്. ലോകത്തെ ആരെങ്കിലും പറയുമോ? ഒരു കുഞ്ഞിനോട് ഒരു ഉമ്മ, ഞാൻ മുമ്പേ പറയാറുണ്ട്, ഒരു പെറ്റ മാതാവ് പൊന്നുമോനോട് പൊന്നുമോളോട് പറയുന്നതിനേക്കാൾ അപ്പുറമാണ് അല്ലാഹ്ക്ക് നിന്നോട് സ്നേഹമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കണ്ടീഷനായി, എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ആ വാക്ക് പറഞ്ഞത് റബ്ബിനെ കുറിച്ച്. അതുകൊണ്ടല്ലേ മരിക്കാൻ കിടക്കുമ്പോൾ ഒരാൾ തന്റെ റബ്ബിനെ കുറിച്ച് ഭാവന നന്നാക്കി, ചിന്ത നന്നാക്കിയാൽ അയാൾ നല്ല രീതിയിൽ മരിക്കുമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സകറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ ആ അടിമ വിചാരിക്കുകയാണ്, ആ പെണ്ണ്, ആ ഉമ്മ, സഹോദരി, സഹോദരൻ വിചാരിച്ചു, എന്റെ റബ്ബി എത്രത്തോളം കാരുണ്യമുള്ളവനാണ്, എന്റെ റബ്ബി എന്തോരം സ്നേഹമുള്ളവനാണ്, എന്റെ റബ്ബി എന്തോരം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നയാളാണ്, എന്നെ സ്നേഹിക്കുന്നയാളാണ് എന്ന് ചിന്തിച്ചാൽ എത്ര വലിയ പാപിയാണെങ്കിലും ആ പാപിയുടെ നേരെയും റബ്ബ് കണ്ണു തുറക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതേ അല്ലാഹയാണ് പറഞ്ഞത്, വലാ തഖാഫി വലാ തഹ്സനി, പേടിക്കണ്ട, ബേജാറാവണ്ട, ദുഃഖിക്കണ്ട. 3 കാര്യം പറഞ്ഞു. 4ാമത്തെ കാര്യമാണ് വല്ലാത്തൊരു മോട്ടിവേഷൻ വാക്കാണത്. അല്ലാഹ് പറഞ്ഞ 4ാമത്തെ വാക്ക്, ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അല്ലാഹു തആല 4ാമത്തെ വാക്ക് പറയാ. പിന്നീട് പറഞ്ഞ കുട്ടിയെ ഒരു കുട്ടയിലാക്കി, അതൊക്കെ പറഞ്ഞു അല്ലാഹു പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾക്കും അല്ലാഹു തആല പറയുന്നില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതേ അല്ലാഹു തആല വീണ്ടും ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് പറയും, നമ്മളെപ്പോ പോകുന്നൊരു ആയത്താ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു എന്താ പറഞ്ഞേ? ഒരാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് അയാളോട് ഞാൻ ചെയ്യാൻ പറയൂല. ഓരോ മനുഷ്യനും കഴിയുന്നത് കൊണ്ടേ ഞാൻ ചെയ്യാൻ പറയുന്നല്ല പറയാ. അതേ അള്ളയാണ് 3ാമത് 4ാമത്തെ കണ്ടീഷൻസ് ആയി പറഞ്ഞത്. ഈ മനഃശാസ്ത്രം നഷ്ടപ്പെട്ടതിലേക്ക് നോക്കാതെ മറിച്ച് കയ്യിലുള്ളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാടുണ്ട്. നഷ്ടപ്പെട്ടതിലേക്ക് നോക്കി വെറുതെ മാനസിക രോഗം വരുത്തി വെക്കാതെ, മനസ്സിന്റെ സുഖം കളയാതെ, നഷ്ടപ്പെടാതെ കയ്യിലുള്ളത് നഷ്ടപ്പെടാതിരിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് അള്ളാഹ് വലിയൊരു പാഠം പഠിപ്പിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഈ 3 കണ്ടീഷൻസ് പറഞ്ഞ 4ാമത്തെ കണ്ടീഷൻസ് ആണ് വല്ലാത്തൊരു കണ്ടീഷൻസ്. 4ാമത് അള്ളാഹ് പറഞ്ഞ വാക്കാണ് മൂസാ നബിയുടെ ഉമ്മയുടെ ഏറ്റവും വലിയ സമാധാനം. 4ാമത്തെ വാക്ക് എന്താ അള്ളാഹ് പറഞ്ഞത്? ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. എന്താ പറഞ്ഞത്? അവനെ നിന്നിലേക്ക് തന്നെ നാം തിരിച്ചു നൽകും. അള്ളാഹ് പറയാ. 4ാമത് അള്ളാഹ് പറഞ്ഞ വാക്കാണ് മൂസാ നബിയുടെ ഉമ്മയുടെ ഏറ്റവും വലിയ മനസ്സമാധാനം കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസവാക്ക്, ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അവനെ നിന്നിലേക്ക് തന്നെ നാം തിരിച്ചു നൽകും. പോരാ ഒരു ഓഫറും കൂടി കൊടുത്തു, വജാഇലൂഹു മിനൽ മുർസലീൻ. ദൈവദൂതന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പ്രവാചകനായി ആ കുഞ്ഞിനെ ഞാൻ ആക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയോട് വാഗ്ദാനം കൊടുത്തു. ഏറ്റവും വലിയ മനഃശാസ്ത്രമാണ്. ഒരാൾ തകർന്നിരിക്കുമ്പോൾ പറയുന്ന വാക്ക്, ഒരു സമാധാനത്തിന്റെ വാക്ക്. നമ്മളെ ഒരാൾ വിഷമിച്ചിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക, ആട്ട് പോയിട്ട് ഒന്നും കൂടി ടെൻഷൻ കൂട്ടാൻ പോകും. രോഗം വന്ന ആളെടുത്ത് പോയിട്ട് ഒരാൾ പറയും, രോഗിയെ കാണാൻ പോകുമ്പോൾ സമാധാനിപ്പിക്കണം എന്ന് പറയും. ഒരാൾ പോയിട്ട് രോഗിയാണ് ക്യാൻസർ ഒന്നോ ഇതേ ക്യാൻസർ തന്നെ നമ്മളെ വേറെ അപ്പുറത്തുള്ളവർക്കും വന്നത്. എന്നിട്ട് എന്തായി? 2 ദിവസം കൊണ്ട് തട്ടിപ്പോയി. എന്ത് രോഗിയുടെ മുമ്പിൽ പോയി പറഞ്ഞാൽ
അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഉദാഹരണം പറയാം, നേരെ കുറച്ച് രോഗിയോട് ഇതിലും നിങ്ങൾ ഇത്രയുള്ളൂ, ഇതിലും വലിയ അവസ്ഥയിൽ കിടന്ന ആളെന്താ അപ്പുറമുണ്ട്, ചിലപ്പോൾ ഉണ്ടാവൂല, വെറുതെ പറയുന്നിരിക്കും. പക്ഷെ മസ്ലഹത്തിന് വേണ്ടി അവിടെ ഒരു കളവ് പറയാം. മസ്ലഹത്തിന് വേണ്ടി ഉമ്മമാരെ കളവറിൻ്റെ കുട്ടിയെ കണ്ടിട്ടു ഉസ്താദ് പറഞ്ഞ കള്ളം പറയാം. അങ്ങനല്ല, നമ്മൾ ആ വാക്കുകൊണ്ട് ആ രോഗിക്ക് സമാധാനം കിട്ടുമെങ്കിൽ അവിടെ ഒരു കള്ളം പറയാം. ഇല്ലാത്തെന്ന് പറയാം, ഇതിനേക്കാളും വലിയ കഷ്ടത്തിൽ അപ്പം നമ്മൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷെ മൂപ്പർ നല്ല കണ്ടീഷൻസ് ആയിരിക്കും നടത്തുന്നുണ്ട്, വളരെ ക്ലിയറാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ രോഗിക്ക് വരെ സമാധാനമായി, അവൻ്റെ ടെൻഷനും ഡിപ്രഷനും എല്ലാം അങ്ങ് പോയി. ഇതന്നെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, തിരിച്ചു തരും. പോരാ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അത്യുന്നതനായ പ്രവാചക പദവിയിലേക്ക് ഞാൻ ആ കുഞ്ഞിനെ എത്തിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു തആല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയോട് പറഞ്ഞു. ഏറ്റവും വലിയ വാക്കാണ്, ഏറ്റവും വലിയ മനഃശാസ്ത്രമാണ് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ അവസാനം അവനെ നാം അങ്ങനെ ആക്കി കയ്യിലേക്ക് തരുമെന്ന് പറഞ്ഞു. മുൻഗാമികളുടെ ചരിത്രത്തിൽ കാണാം ഒരു ചരിത്രം പറയുന്നത്, മുൻഗാമികളുടെ ഒരു ചരിത്രം പറയുന്നത്, ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന പ്രസിദ്ധനായ താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന കാണാം, മഹാനായ സ്വഹാബിയായ സുബൈർ ബിൻ അവ്വാമിന്റെ മകൻ മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ സഹോദരനും കൂടിയാണ്. അദ്ദേഹം താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ പിന്നോട്ട് നോക്കണം. ജീവിതത്തിൽ എന്ത് വിഷമം വരുമ്പോഴും എന്ത് പ്രയാസം വരുമ്പോഴും നമ്മൾ ഇപ്പം അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് നമുക്കിപ്പം കുറച്ച് സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ, തിരിഞ്ഞൊരു നോട്ടം നോക്കുകയാണെങ്കിൽ, അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ അനുഗ്രഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഈ ചരിത്രത്തിൽ എന്താ പറയുന്നത്? ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ആ താബിയായ പണ്ഡിതനായ ശ്രേഷ്ഠ പണ്ഡിതനായ ആ മനുഷ്യന്റെ ചരിത്രം പറയുന്നത് കാണാം. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മഹാന്മാര് പറയുന്ന ചരിത്രമാണ്. ഉർവ ബിൻ സുബൈർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കാലിൽ വ്രണം വന്നു. ആ വ്രണം വന്നപ്പോ ആ ഒരു കാല് മുറിച്ചു മാറ്റി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മകന്റെ മരണവാർത്തയും കൂടി അറിയുന്നത്. ഒന്ന് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി, രണ്ടാമത് അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകന്റെ മരണവാർത്തയും അറിയുന്നത്. ആ സമയത്ത് അദ്ദേഹത്തോട് ആരോ പോയി പറഞ്ഞു, തങ്ങളുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എടുത്തു വായിക്കൊരു വാക്കാണ് പറഞ്ഞത്, അൽഹംദുലില്ലാഹ്. പ്രയാസത്തിൽ ഒരു കാല് പോയ പ്രയാസം അവിടെ പറഞ്ഞില്ല, മകൻ നഷ്ടപ്പെട്ട പ്രയാസം അവിടെ പറഞ്ഞില്ല. മറിച്ച് ആ മഹാനുഭാവനും പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ ആൾക്കാർ ചോദിച്ചു, ഇത്രയൊക്കെ സംഭവിച്ചിട്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം? ഒന്ന് ദുഃഖിക്കുക പോലുമില്ലാതെ, പ്രയാസപ്പെടാതെ, കഷ്ടപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ, ബേജാറാവാതെ റബ്ബിനെ സ്തുതിക്കാൻ എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ ആ മഹാനുഭാവൻ ആ സമയം അവരോട് പ്രതികരിച്ചത് എന്താണെന്നറിയോ? ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അല്ലാഹു തആല എനിക്ക് 2 കൈകൾ തന്ന്, 2 കാലുകൾ തന്ന്. പക്ഷെ ആ തന്നതിൽ ഒരു കാല് മാത്രമാണ് അല്ലാഹു എടുത്തത്. അതുപോലെ 4 സന്താനങ്ങൾ തന്ന്, ആ 4 സന്താനങ്ങളിൽ ഒരു സന്താനത്തെ മാത്രമാണ് അല്ലാഹു എടുത്തത്. ചുരുക്കി പറഞ്ഞാൽ 2 കൈയും 1 കാലും എനിക്ക് എൻ്റെ റബ്ബ് ബാക്കിയാക്കി. 4 സന്താനങ്ങളിൽ ഒന്നിനെ മാത്രമാണ് റബ്ബ് തആല തിരിച്ചു വിളിച്ചത്, ബാക്കി 3ഉം എനിക്ക് എൻ്റെ റബ്ബ് ബാക്കിയാക്കി. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്ന് ഉർവ ബിൻ സുബൈർ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രതികരിച്ചത്. നമ്മൾ ഈ പാഠം ഉൾക്കൊള്ളാനുണ്ട്. അദ്ദേഹം പറഞ്ഞ ചരിത്രത്തിൽ വലിയ പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിൽ മനം മടുക്കാതെ ലഭിച്ച അനുഗ്രഹത്തിലേക്ക് നോക്കുക. എന്ത് പ്രയാസം വന്നാലും, ഏത് വിഷമം വന്നാലും ആ വിഷമത്തിൽ പറഞ്ഞ് പരിഹസിക്കുന്നതിന് പകരം, ആ വിഷമം പറഞ്ഞ് സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ള നിയമത്തുകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് നോക്കിയിട്ട് റബ്ബിനെ സ്തുതിക്കാനാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ ചരിത്രവും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാ പറഞ്ഞത്, അള്ളാഹു തആല മേൽപ്പറഞ്ഞ എല്ലാ ഖുർആന്റെ സൂക്തങ്ങളും, മേൽപ്പറഞ്ഞ ചരിത്രവും എല്ലാം നാം എത്ര നല്ല നിലയിലായാലും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നടക്കാൻ നമ്മളെ ഒന്ന് പ്രേരിപ്പിക്കുകയാണ്. എത്ര ഉഷാറായാലും, എത്ര നമ്മൾ ഉയർന്നാലും ആ ഉയർച്ചയിലേക്ക് ബാക്കോട്ട് തിരിഞ്ഞു നോക്കാൻ അല്ലാഹു തആല പറയാണ്.
വന്ന വഴി മറക്കരുത് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. ഇത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. ഓരോ ഖുർആൻ സൂക്തങ്ങളും ഓരോ ഖുർആനിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ചരിത്രങ്ങളും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠത്തിലേക്കാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമായാലും ഉർവത്ത് ബിൻ സുബൈർ എന്ന മഹാന്റെ ചരിത്രമായാലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ആശയമുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഇനി എത്ര വലിയ ഉയർച്ചയിലെത്തിയാൽ പോലും ഒന്ന് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണേ എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. അത് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാറുള്ളത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു തആല മൂസ നബിയോട് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. സാധാരണ അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കുള്ള അതേ രീതിയിലുള്ള ചില ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ഏറ്റെടുത്ത് ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്. സൂറത്ത് ത്വായിൽ 15-25 ആയത്ത് മുതൽ താഴോട്ട് കുറച്ച് ആയത്തുകൾ അള്ളാഹുവിനോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ചില വാക്കുകളാണ്. അള്ളാഹു എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരവാദിത്തം ഏൽപ്പിക്കാറുണ്ട്. അതുപോലെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉത്തരവാദിത്തം അള്ളാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടുന്നുണ്ട്. അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കപ്പെടുക എന്നുള്ളത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചില വാക്കുകൾ ചില സഹായങ്ങൾ റബ്ബിനോട് ചോദിക്കുകയാണ്. നമുക്കറിയാം സൂറത്തു തായിൽ സാധാരണ ഓതാറുണ്ട്. എന്താ റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉത്തരവാദിത്തം കൊടുത്തപ്പോൾ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ റബ്ബി ശ്റഹ് ലീ സദ്രി, എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ അല്ലാഹ്. പോരാ റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി, എൻ്റെ കാര്യങ്ങളൊന്ന് എളുപ്പമാക്കി തരണേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടം തയ്ക്കണേ. എന്തിനാ അങ്ങനെ പറയാൻ കാരണം? ചെറിയ പ്രായത്തിൽ ഫിർഔൻ പരീക്ഷിക്കാൻ വേണ്ടി 2 തളികയിൽ ഒരു തളികയിൽ സ്വർണവും മറ്റൊരു തളികയിൽ കുറച്ച് തീക്കനലും വെച്ചപ്പോ സ്വർണത്തിന്റെ പാത്രത്തിലേക്ക് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യങ്ങ് നീണ്ടുപോയി. സ്വർണം എടുത്താൽ ഫിർഔൻ കൊല്ലുമെന്ന് ഉറപ്പായപ്പോ ആ കയ്യിലേക്ക് പിടിച്ചു മഹാനായ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കൈ പിടിച്ച് നേരെ കൊണ്ടുപോയി തീക്കനുള്ള പാത്രത്തിലേക്ക് കയ്യങ്ങിട്ട് കൊടുത്തു. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തീക്കനലെടുത്ത് നേരെ തൊള്ളയിലേക്ക് വായയിലേക്ക് ഇട്ടു. അതിന്റെ പരിണിത ഫലമായി കൊണ്ട് ചെറിയ കൊന്നിപ്പ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നത് കാണാം. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, അല്ലാഹുവേ എൻ്റെ നാവിന്റെ കെട്ടും നയിച്ചു തരണേ അല്ലാഹ് എന്ന് അവിടുന്ന് റബ്ബിനോട് സഹായം തേടുകയാണ്. ഓരോ സഹായങ്ങളും തേടി അവസാനം പറഞ്ഞു വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി, ഞാൻ ഒറ്റയ്ക്ക് മാത്രം എനിക്ക് പോവാൻ കഴിയില്ല, ഫിർഔന്റെ അടുക്കലേക്കല്ലേ പോവേണ്ടത്. അതുകൊണ്ട് എൻ്റെ കൂടെ ഒരു കുടുംബത്തിൽ ഒരാളെ എനിക്ക് അയച്ചു തരണം. വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി, എൻ്റെ അഹ്ലികാരിൽപ്പെട്ട ഒരാളെ എൻ്റെ പ്രതിനിധിയായി എനിക്ക് അയച്ചു തരണേ. അത് ആരായിരിക്കണം? ഹാറൂന അഖീ, എൻ്റെ സഹോദരൻ ഹാറൂനിനെ, എൻ്റെ സഹോദരൻ ഹാറൂനിനെയും കൂടി എൻ്റെ കൂടെ അയക്കണേ എന്ന് അല്ലാഹുവിനോട് സഹായം തേടിയപ്പോ പോരാ ഇഷ്തുദ് ബിഹി അസ്രി, ആ സഹായം ഇവരുന്ന ആളെ കൊണ്ട് എന്നെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹുവേ എന്ന് സഹായം ചോദിച്ചപ്പോ അല്ലാഹു തആല തിരിച്ചു കൊടുത്തൊരു മറുപടി ഉണ്ട്. അള്ളാഹുവിന്റെ മറുപടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം കിട്ടുന്ന വാക്കുകളാണ് റബ്ബിന്റെ ഖുർആന്റെ പൊരുളുകൾ. അതാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹു തിരിച്ചു പറഞ്ഞത്. അപ്പുറത്തെ ആയത്തിൽ നേരെ അപ്പുറം പറയുന്നത് കാണാം, കാല ഖദ് ഊതീത സുഅലക യാ മൂസ, അല്ലാഹു പറഞ്ഞു ഖദ് ഊതീത സുഅലക യാ മൂസ, ഓ മൂസ താങ്കൾ ചോദിച്ചതെല്ലാം താങ്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്.
അല്ല പറയുകയാണ്, അള്ളാഹുവിനോട് ചോദിച്ചതെല്ലാം താങ്കൾക്ക് ഞാൻ തന്നിരിക്കുന്നു മൂസ. അതേ അല്ല പറയാണ്, അള്ളാഹു തആല വീണ്ടും പറയാണ്, മൂസ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല താങ്കൾക്ക് നാം സഹായം നൽകിയത്. പിന്നെ എപ്പോഴാ സഹായം നൽകിയത്? താങ്കൾ പിന്നിട്ട ജീവിതത്തിൽ നിങ്ങൾ പോലും ഓർക്കാത്ത നിങ്ങളെ കുട്ടിക്കാലത്തും നിരവധി അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. ചെന്ന് ചോദിച്ചാലും മതി ഉമ്മയോട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, മനഃശാസ്ത്രപരമായി ഒരു മനുഷ്യന്റെ മനസ്സ് വായിച്ചെടുക്കുകയാണ് അല്ലാഹു ഖുർആനിലൂടെ ചെയ്യുന്നത്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ഇത്തരം മൂസ ഖദ് ഊതീത സുബുലക യാ മൂസ. ഓ മൂസേ, താങ്കൾ എന്താണോ എന്നോട് ചോദിച്ചത് അതെല്ലാം തരാം. എന്നാൽ അല്ലാഹു വീണ്ടും പറയുകയാണ്, വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. മൂസയോട് അല്ലാഹു പറയുകയാണ്, മൂസ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല താങ്കൾക്ക് നാം നൽകിയത്. താങ്കൾ പിന്നിട്ട ജീവിതത്തിൽ നിങ്ങൾ പോലും ഓർക്കാത്ത നിങ്ങളെ കുട്ടിക്കാലത്തും നിരവധി അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയോ? അല്ലാഹു പറയുകയാണ്, അതൊരു റിവേക്കാണ്, അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് അള്ളാഹുവിന്റെ നിഅമത്തിനെ, അനുഗ്രഹത്തിനെ മൂസാ നബിക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കലാണ്. എന്തിനു വേണ്ടി? ആ ഓർമ്മപ്പെടുത്തല് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ മോട്ടിവേഷനാണത്. ഏറ്റവും വലിയ മോട്ടിവേറ്ററാണ് റബ്ബ് തആല. ആ മോട്ടിവേറ്ററായ റബ്ബ് തആല മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മനഃശാസ്ത്രപരമായി മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അല്ലാഹു പറയാണ്, എപ്പോഴെന്നറിയോ മൂസ? എപ്പോഴാ സഹായിച്ചതെന്നറിയോ മൂസ? ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹാ. ഇത് ഔഹൈനാ, നമ്മൾ വഹയിറക്കി, ഇലാ ഉമ്മിക മാ യുഹാ. താങ്കൾ ചോരപ്പൈതലായിരിക്കുന്ന നേരത്ത് നിങ്ങളുടെ മാതാവിനെ നാം ബോധനം നൽകി. അല്ലാഹു തആല പറയാണ്, താങ്കൾ ചോരക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് താങ്കളുടെ മാതാവിന് ഉമ്മയ്ക്ക് നാം ബോധനം നൽകിയിട്ടുണ്ട്. ഇന്നല്ലാഹ മഅക്കും. എന്തിനാ ഇത് പറയാൻ കാരണം? ഇപ്പോഴും താങ്കളുടെ കൂടെ റബ്ബ് ഉണ്ട് മൂസ. ബേജാറാവണ്ട, ടെൻഷനാവണ്ട. ഏറ്റവും വലിയ മനഃശാസ്ത്രമല്ലേ ഇത്? അള്ളാഹു സമാധാനിപ്പിക്കുന്നതല്ലേ? ഒരു മനുഷ്യന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ, ഒരു അടിമയെ സമാധാനിപ്പിക്കാൻ ഉടമയായ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ തളർത്താൻ ഒരാൾക്കും ലോകത്ത് സാധിക്കുകയില്ല. സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കണം, അല്ലാഹുവാണ് ശക്തിപ്പെടുത്തേണ്ടവൻ. ആ അള്ളയാണ് പറയുന്നത്, മൂസ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹാ. ചോരപ്പതിനായി താങ്കൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ബോധനം കൊടുത്തവനാണ്. ഞാൻ ബോധനം കൊടുത്തവനാണ്, മാത്രമല്ല സഹായം ചെയ്തവനുമാണ്. പിന്നെയോ പിന്നീട് ഒരു സന്ദർഭത്തിൽ കൗമ വന്ന് നബിയോട് പറഞ്ഞു, പരാതി പറഞ്ഞു. ഇത് മൂസാ നബിയോട് അല്ലാഹു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ മോട്ടിവേറ്റ്, ഏറ്റവും വലിയ മനഃശാസ്ത്രമാണ് അല്ലാഹു തആല വായിച്ചെടുത്തത്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പം അല്ലാഹുവിനെ കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട്, കൗമിനോട് പറഞ്ഞു കൊടുക്കുന്ന സുന്ദരമായ ഒരു രംഗമുണ്ട്. ആ സുന്ദരമായ ഭാഗത്തെ അല്ലാഹു അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഖുർആനിലൂടെ വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അവിടുത്തെ സമുദായം വന്ന് പറഞ്ഞു, പരാതി പറഞ്ഞു. എല്ലാത്തിലും പരാതിയാണ്. കട്ടിത്തേനും അതുപോലെ കാടം പക്ഷിയും ആകാശം ഇറക്കി കൊടുത്തപ്പോൾ അവർ പരാതിയുമായി മൂസാ നബിയുടെ അടുക്കലേക്ക് പോയില്ലേ. അതിനുശേഷമാണ് ഉള്ളിയും തക്കാളിയും പച്ചക്കറി സാധനങ്ങളാണ് പിന്നീട് അവർക്ക് തിന്നാൻ കിട്ടിയതെന്ന് ഖുർആനിലൂടെ കാണാം, സൂറത്തുൽ ബഖറയിലൂടെ കാണാം. ഇതൊക്കെ പിന്നീട് അവർ ഖേദിച്ചു മടങ്ങേണ്ടി വന്നു. ഇങ്ങനെ സംശയം വല്ലാതെ ചോദിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. ആ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവർ പറഞ്ഞു, പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അത് ഉദ്ധരിക്കുന്നുണ്ട്. അവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം. ആ പരാതി പറയുന്ന ആ മനുഷ്യരോട്, തന്റെ സമുദായത്തോട് അവിടെ നിന്ന് അവർ ഉണർത്തിയ ഒരു കാര്യമുണ്ട്.
അത് അല്ലാഹു തആല ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കലാമിൽ അവസാന നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി അത് പറയുകയാണ്. സൂറത്ത് ഇബ്രാഹിമിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്. ഏറ്റവും വല്ല തന്റെ സമുദായത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്ക്. തന്റെ സമുദായത്തിന്റെ ഓരോ മനുഷ്യന്റെയും മനസ്സ് വായിച്ചറിഞ്ഞ ആ മനസ്സിലേക്ക് പ്രബോധനമായി എത്തിയ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തിരിച്ചൊരു മറുപടി പറയുകയാണ്. എന്താ പറയുന്നത്? ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് സൂറത്ത് ഇബ്രാഹിമിലൂടെ അല്ലാഹ് പറയാണ്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്താണ്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി. വഇദ് ഖാല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭത്തിൽ ലിഖൗമിഹി, തന്റെ ഖൗമിനോട്, തന്റെ സമുദായത്തോട്, തന്റെ ആൾക്കാരോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഉദ്കുറൂ നിഅമത്തല്ലാഹ്. ഉദ്കുറൂ നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ ഓർക്കണേ. നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് മേൽ നൽകിയ നിഅമത്തിനെ, അനുഗ്രഹത്തെ നിങ്ങൾ ഓർമ്മിക്കണേ. എന്തേ അനുഗ്രഹം? ഇത് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സുഅൽ അദാബ്. ഇത് അൻജാകും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയപ്പോ, മിൻ ആലി ഫിർഔൻ, ഫിർഔന്റെ കൂട്ടാളികളിൽ നിന്നും, ഓരപോലെ യസൂമൂനകും സുഅൽ അദാബി വയസബ്ബിഹൂന അബ്നാഹകും വയസ്തഹ്യൂന നിസാഅകും. യസൂമൂനകും സുഅൽ അദാബ്, അവന്റെ പീഡനങ്ങളിൽ നിന്ന്, പീഡനമായ കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തിയ സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലാഹു തആല പറയുകയാണ്, കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, പിന്നോട്ട് തിരിഞ്ഞു നോക്ക് നിങ്ങൾ, ബാക്കോട്ട് തിരിഞ്ഞു നോക്ക് നിങ്ങൾ. എന്തിനാ തൊട്ടതിനും പിടിച്ചതിനും പരാതി പറയുന്നത്? അതല്ലേ മനസ്സ് വായിച്ച പ്രവാചകൻ, അതല്ലേ മനസ്സറിയുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവല്ലേ നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്ന ബിലാലിനോട്, കറുകറുത്ത ബിലാല് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ചേർത്ത് പിടിച്ചല്ലേ ഹബീബായ റസൂലുള്ളാഹി. എന്റെ ബിലാൽ സുന്ദരനല്ലേ, എന്റെ ബിലാലിന്റെ മനസ്സിന്റെ വെളുപ്പ് എന്തോരം വെളുപ്പാണ്, എന്റെ മനസ്സ്, എന്റെ ബിലാലിന്റെ കൽബ് അല്ലാഹുക്ക് എത്രത്തോളം വലിയ പ്രിയപ്പെട്ട കൽബാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ മനസ്സ് വായിച്ചറിയുന്ന മനഃശാസ്ത്രജ്ഞൻ, അതല്ലേ മനസ്സ് വായിക്കുന്ന ഏറ്റവും വലിയ മോട്ടിവേറ്റർ. അത് തന്നെയല്ലേ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. ആ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, വയദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. നിങ്ങളെ മക്കളെ വല്ലാതെ ക്രൂരമായി കൊല്ലുകയും സ്ത്രീകളെ ബലാത്കാരമായി പീഡിപ്പിക്കുകയും ചെയ്തില്ലേ? ഈ വണ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ മോചിപ്പിച്ചില്ലയോ? അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലയോ മനുഷ്യരെ എന്ന് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് ചോദിക്കുകയാണ്. ആ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കിനെ അല്ലാഹു തആല ഒപ്പിയെടുത്ത് അതങ്ങനെ തന്നെ ഇനി വരാൻ പോകുന്ന തലമുറയിലേക്ക് മോട്ടിവേറ്റായി, ഇനി വരാൻ പോകുന്ന ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഒരു പാഠമായി, മനസ്സമാധാനത്തിന്റെ ഒരു മാർഗരേഖയായി ഖുർആനിൽ അല്ലാഹു മാറ്റിവെച്ചു. സൂറത്ത് ഇബ്രാഹിമിൽ ആ വിഷയമാണ് അവിടെ പറഞ്ഞത്. ഇത് പറയാൻ കാരണം ഇതേ അവസ്ഥയിലൂടെയാണ് മൂസാ നബിയും കടന്നുപോയത്. മൂസാ നബിയുടെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോ അല്ലാഹ് മൂസാ നബിയോട് ജീവിതത്തിൽ പിന്നിട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞില്ലേ? അല്ലാഹു പറഞ്ഞില്ലേ, മൂസാ ബാക്കോട്ട് തിരിഞ്ഞു നോക്ക മൂസാ, ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്തോരം കഷ്ടപ്പാടുകളാണ് കണ്ടുപോയത് അല്ലേ? തൂരിസീന പർവ്വതം കയറാൻ പോകുന്ന മൂസാ നബി വീഴാൻ പോകുമ്പോ അല്ലാഹ് ഇടപെടുകയാണ്. അല്ലാഹ് പറഞ്ഞു, മൂസേ ശ്രദ്ധിച്ച് കയറണേ മൂസേ, അങ്ങേ രക്ഷപ്പെടുത്തിയ കരങ്ങൾ ഇനിയില്ല. ഏതാ ഈ കരങ്ങൾ? അല്ലാഹ് ഒരു ഉമ്മയുടെ മാതൃത്വം അല്ലാഹു തആല മൂസാ നബിയുടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മൂസാ നബിയോട് അല്ലാഹ് പറയാണ്, മൂസേ എനിക്ക് കയറുമ്പോ ശ്രദ്ധിക്കണേ, തടയാനുള്ള കൈയില്ല. അതായത് മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ടു പോയി. ആ സമയത്താണ് അല്ലാഹ് പറഞ്ഞത്, മൂസേ ഇനി സൂക്ഷിച്ച് കയറണം,
വീയാൻ പോകുമ്പം വീഴുന്ന കരങ്ങളിൽ പിടിക്കുന്ന കരങ്ങളില്ല മൂസ. എന്തേ അല്ല പറയാൻ കാരണം? ഇത് തന്നെയാണ് മനസ്സിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രം. നമ്മുടെ ഏറ്റവും വലിയ മനസ്സ്, നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണെന്ന് അല്ല വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മനസ്സൊന്ന് വേദനിക്കുമ്പോൾ കരയണം. ആരുടെ മുമ്പിൽ കരയണം? ബാപ്പാന്റെ മുമ്പില്, ഉമ്മയുടെ മുമ്പില്, അള്ളാന്റെ മുമ്പിലും കരയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, നിന്നെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നിങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്നെ ഓർത്ത് പാതിരാവിന്റെ വേളയിൽ കരയുന്ന കണ്ണ് നീ ഞങ്ങൾക്ക് നൽകണേ യാ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞില്ലേ, പിന്നോട്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ പറഞ്ഞതാണ്. അതേ ആശയം തന്നെയാണ് പ്രവാചകർ അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോടും പറഞ്ഞത്. ഇതിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നിട്ട ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. അതിനാം ഏറ്റവും നല്ല ഊർജം സംഭരിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ആ വീഴ്ചയിൽ തന്നെ കിടക്കാതെ ആ വീഴ്ചയിൽ നിന്നും പാഠങ്ങൾ കൊണ്ടുകൊണ്ട് എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നവനാണ് വിശ്വാസി, മുഅ്മിൻ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് അല്ലാഹു റസൂൽ ഹദീസ് പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യനെ 2 പ്രാവശ്യം ഒരു മാളത്തിൽ തേടി കടിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താ പറഞ്ഞ അർത്ഥം? ഒരിക്കൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഴ്ചയിൽ നിന്നും അവൻ പാഠം ഉൾക്കൊള്ളുന്നവനാണ് മുഅ്മിൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉഹദ് യുദ്ധവേളയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് പുറപ്പെട്ടതിന്റെ കാരണം കൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്. നല്ലോണം പറഞ്ഞു. അപ്പൊ അല്ലാഹ് ലാസ്റ്റ് ആ ഖുർആന്റെ അവസാനം എന്തിൽ അല്ലാഹ് പറഞ്ഞു നിർത്തിയത്? വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലാഹ് അവസാനം നിർത്തിയത് അങ്ങനെയാണ്. വല്ലാഹു എന്തിനാ അങ്ങനെ പറഞ്ഞത്? അല്ലാഹു തആല മനസ്സറിഞ്ഞു കൊണ്ടാണ് പറയുന്നത്. ഒരാളെ മനസ്സിലേക്ക് നോക്കിയാ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ സംസാരിച്ചത്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അല്ലെങ്കിൽ അവർ വിശ്വസിച്ചു പോകും, അവർ ചിന്തിച്ചു പോകും, അക്രമികളായ മനുഷ്യരോടാണ് അള്ളാഹുവിന് സ്നേഹമുള്ളത്, അക്രമികളായ മനുഷ്യരോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് എന്ന് അവർ ധരിച്ചു പോകും നബിയെ എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞുകൊണ്ട് റബ്ബ് തആല ഖുർആനിലൂടെ പറയുകയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമികളായ ആൾക്കാരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അവർ ജയിച്ചത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവർ ജയിച്ചു കയറിയത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല സ്വഹാബത്തെ എന്ന് അല്ലാഹ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പരാജയപ്പെട്ടു പോയത് നിങ്ങളോട് ഇഷ്ടക്കുറവ് കൊണ്ടുമല്ല എന്ന് അല്ലാഹ് ഖുർആനിലൂടെ മോട്ടിവേറ്റ് ചെയ്തു. അല്ലാഹു സമാധാനിപ്പിച്ചു. മനസ്സറിഞ്ഞ് വായിച്ചവനാണ് ജഗന്നിയന്താവായ അല്ലാഹു. ഓരോ മനുഷ്യന്റെയും മനസ്സറിഞ്ഞ കൊണ്ട് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ചിന്തിക്കില്ലേ, അതല്ല കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് പറഞ്ഞില്ലേ, ഞങ്ങളോട് സംസാരിച്ചോ? ഞങ്ങളോട് നിരന്തരം അല്ലാഹ് സംസാരിക്കുന്നു. യാ അയ്യുഹന്നാസ് യാ അയ്യുഹൽ മുഅ്മിനൂൻ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി. അത് എന്നോടും നിങ്ങളോടുമാണ് അല്ലാഹ് പറയുന്നത്. ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളോടുമാണ്. ലോകം അവസാനിക്കുന്നത് വരെ ആരെല്ലാം ഈ ലോകത്തെ ഈ അണ്ഡകടാഹത്തിൽ ഈ ഭൂമിയിൽ എത്രയെല്ലാം ജീവിതങ്ങൾ ഉണ്ടാകുമോ ആ ജീവിതങ്ങൾ മുഴുവനോടുമാണ് അല്ലാഹ് സംസാരിക്കുന്നത് ഖുർആനിലൂടെ. അതുകൊണ്ട് അല്ലാഹ് അഫലാ യതദബ്ബറൂന മിനൽ ഖുർആൻ, ഖുർആനിനെ ആയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് അല്ലാഹ് പറയാൻ കാരണം, ആ ഖുർആനിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹനെ മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലായി കയറി വരും. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ പറയാൻ കാരണം, ഉഹദ് ശുഹദാക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ ഖുർആന്റെ ആയത്ത് അല്ലാഹ് നിർത്തി വെക്കുമ്പോൾ അവസാനം എൻഡിൽ അല്ലാഹു തആല പറഞ്ഞ വാക്ക് വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. നിങ്ങൾ ധരിച്ചു പോവണ്ട, അവരോട് സ്നേഹം കൊണ്ടാണ്, അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ സംഭവിച്ചത്, അവർ വിജയിച്ചു പോയത് എന്ന് നിങ്ങൾ ധരിച്ചു പോവല്ലേ സ്വഹാബത്തെ എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാണ്, നിങ്ങളോടുള്ള അനിഷ്ടം കൊണ്ടല്ല നിങ്ങളെ ഞാൻ പരീക്ഷിച്ചതാണ് എന്ന് അവരോട് അല്ലാഹു തആല പറയുമ്പോ ആ റബ്ബ് തആലയാണ് ഓരോ മനുഷ്യന്റെയും മനഃശാസ്ത്രപരമായി ഒരു മനുഷ്യന്റെ മനസ്സിനെ റബ്ബ് തആല അളന്നെടുക്കുകയാണ്. എന്റെയും നിങ്ങളെയൊക്കെ
കൽബിലേക്ക് നോക്കിയിട്ടാണ് അല്ലാഹു തആല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, താങ്ങാൻ പറ്റാത്തത് റബ്ബ് തരൂല, താങ്ങാൻ പറ്റുന്നതേ എൻ്റെയും നിങ്ങളെയും ജീവിതത്തിലുള്ളൂ. അതുകൊണ്ടാ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്ത് ഓതാൻ കാരണം, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, ഓരോ മനുഷ്യനും താങ്ങാൻ പറ്റുന്ന പണികൾ മാത്രമേ റബ്ബ് കൊടുക്കുമെന്ന് അല്ലാഹ് തന്നെ ഖുർആനിലൂടെ പറയുകയാണ്. ഇത് പറയുന്നത്, മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വയം നിയന്ത്രണമാണ്. അള്ളാഹു നൽകിയതിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ബുദ്ധിയും യുക്തിയും ശക്തിയും വിവേകവും മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം അറിയോ? ക്ലാസ്സിൽ ഒരു അധ്യാപകൻ കുട്ടികളോട് പറയും, നിങ്ങൾ എല്ലാവരും വിജയിച്ച് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരും വിജയിച്ച് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് തന്നെയാണ് അല്ലാഹു തആല പറയുന്നത്. നിങ്ങൾ വിശ്വാസികളോട് പറയാം, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകണമാ എൻ്റെ ആഗ്രഹം, നിങ്ങളെല്ലാവരും രക്ഷപ്പെടണമെന്ന് തന്നെയാണ് റബ്ബിൻ്റെ ആഗ്രഹം. അപ്പോൾ ക്ലാസ് എന്നൊരു കുട്ടി പറയാണ്, എക്സാം വെക്കാതിരുന്നാൽ പോരെ. മാഷ ആഗ്രഹിക്കുന്നത് പോലെയാണെങ്കിൽ എക്സാം വെക്കാതിരുന്നാൽ സംഗതി ഓക്കെയാണ്. പക്ഷേ ഈ എക്സാം വെക്കും, ഇതൊരു പരീക്ഷണശാലയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ പരീക്ഷണശാലയിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ്. മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ഇനി മനസ്സും ശരീരവും നിയന്ത്രിക്കാൻ പോകുന്ന മാസമാണ് ശഅബാൻ കഴിഞ്ഞാൽ റമളാൻ. ഈ റമളാനിലാണ് ലോകത്ത് ഓരോ വിശ്വാസിയുടെയും മനസ്സും ശരീരവും ഒരുപോലെ ശൈത്വാനിയത്തിനോട് പടവെട്ടി, ശൈത്വാന്റെ ശർറിനോട് പടവെട്ടി, ശൈത്താന്റെ സകലമായ ചിന്തകളോട് പടപൊരുതി ഒരു മുഅ്മിന് മുഅ്മിനായി തീരുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ മനഃശാസ്ത്രം, ഏറ്റവും വലിയ മനഃശാസ്ത്രത്തിന്റെ ഒരു വയ്യാധാരമാണ്, വൈത്താരയാണ്, മേഖലയാണ് പരിശുദ്ധമായ റമളാനിലൂടെ ലോകത്ത് ഓരോ മനുഷ്യർക്കും അല്ലാഹു സംവിധാനിച്ചത്. പക്ഷേ റമളാൻ കയ്യരോടുകൂടി നമ്മൾ തന്നെയാണ് നമ്മുടെ പിന്നാമ്പുറങ്ങൾ തോണ്ടിയിട്ട് ഇല്ലാതെയാക്കി മനസ്സമാധാനം കളയാൻ തുടങ്ങിയത്. ആ റമളാനിൽ ഉണ്ടായിരുന്ന മനസ്സമാധാനത്തിന്റെ നേർരേഖ നമ്മൾ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ്, അതിന് ശക്തി പകരുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ അതിനുള്ള വഴി തെരഞ്ഞെടുക്കാൻ അല്ലാഹു നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. നല്ലതിനെയും മോശത്തെയും, മോശമായതിനെയും അതുപോലെ നല്ലതിനെയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി, തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി ലോകത്ത് എല്ലാ മനുഷ്യർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് മനഃശാസ്ത്രം ഖുർആനിലൂടെ എന്ന് പറയുമ്പോൾ വല്ലാതെ കയറിപ്പോവേണ്ട ആവശ്യമില്ല. നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് വിഷമങ്ങൾ വരുമ്പോൾ പാതിരാവിന്റെ വേളയിൽ റബ്ബിനോട് പറയുക, ആ റബ്ബ്, എന്നിട്ട് പറയണം, അല്ലാഹുവേ മറിയം ബീവിയെ സമാധാനിപ്പിച്ചവൻ നീയാണ്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമാധാനിപ്പിച്ചവൻ നീയാണ്. അതുകൊണ്ടല്ല മക്കളില്ലാത്തവർ ദുആ ചെയ്യുമ്പോൾ എന്ത് ദ്വാരക്കണം? അല്ലാഹുവേ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിച്ചു പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ കൊടുത്ത സന്താനം കൊടുത്തവൻ നീയാണല്ലോ റബ്ബേ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് കൊടുത്ത നാഥാ എനിക്കും ഞങ്ങൾക്കും നൽകണേ എന്ന് ദുആ ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ പറയുമ്പോഴാണ് അവർ കഴിഞ്ഞുപോയ തലമുറ, കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ, ഖുർആനിൽ പറഞ്ഞ സൂക്തങ്ങൾ, ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങൾ വരാൻ പോകുന്ന തലമുറയ്ക്കൊരു വലിയ പാഠമായിട്ടാണ് അല്ലാഹു മാറ്റിവെച്ചത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ആ രീതിയിൽ നമ്മളും കൂടി ചിന്തിച്ചു പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മനസ്സമാധാനം സ്വന്തമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ട് കാര്യമാണ്. ഒന്ന്, കർമ്മങ്ങൾ ചെയ്യുക, ഒരുപാടില്ലെങ്കിലും ചെയ്യുന്നത് മനസ്സറിഞ്ഞ് ചെയ്യുക. രണ്ടാമതായി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ, ഈ സമയത്ത് റജബ് കഴിഞ്ഞു പോയി. റജബിൽ ആരൊക്കെ വിജയിച്ച് ആരൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയാമെങ്കിൽ അല്ലാഹു വിജയിച്ചവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചോനെ, വല്ല തെറ്റുകളും മനുഷ്യരാണ് റബ്ബേ, വന്നുപോയപ്പോൾ നീ നിന്റെ കൃപ കൊണ്ട്, നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ പൂർത്തി തരണേ യാ അല്ലാഹ്. ശഅബാനാണ് ആ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ശഅബാൻ മാസത്തിൽ പണ്ഡിതന്മാർ പറയുന്ന കാണാം, ശഅബാൻ മാസം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ഒന്നാം രാവിലെ
സൂറത്ത് ദുഹാനിലെ 8 ആയത്ത് കേൾക്കുന്നില്ല നിങ്ങൾ? സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത്, അതായത് ഹാമീം വൽ കിതാബിൽ മുബീൻ, ഇങ്ങനെ പോയി 8ാമത്തെ ആയത്ത് ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വയുമീതു റബ്ബുകും വറബ്ബു ആബാഇകുമുൽ അവ്വലീൻ. ഇതാണ് 8ാമത്തെ ആയത്ത്. കേൾക്കുന്നില്ലേ? ഈ 8 ആയത്ത് 15 പ്രാവശ്യം ബറാഅത്ത് രാവ് വരെ ഓതും. എല്ലാ ഉദ്ദേശങ്ങളും നടക്കുമെന്ന് പണ്ഡിതന്മാർ പറയും. അള്ളാഹു ചെല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെ ചെല്ലണം? വുളുവോടുകൂടി കിബിലക്ക് മുന്നിട്ടിട്ട് ബറാഅത്ത് രാവ് ആകുന്നത് വരെ. ഇന്നിപ്പോ എത്ര മുന്തിയ? 3ാം മുന്തി അല്ലേ? 2 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി അങ്ങോട്ടുണ്ട്. അപ്പോ ഏതാ സൂറത്ത്? സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് അല്ലേ? ഈ 8 ആയത്ത് 15 പ്രാവശ്യം വുളുവോടുകൂടി കിബിലക്ക് മുന്നിട്ടിട്ട് എന്ത് ചെയ്യണം? ഓതണം. ബറാഅത്ത് രാവ് 15ാം രാവിന്റെ അന്ന് ആ 15 എന്നുള്ളത് എത്ര പ്രാവശ്യമാക്കണം? 30 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 30 പ്രാവശ്യമാക്കി ഓതണം. എന്നിട്ട് പിന്നെ സൂറത്ത് ദുഹാൻ ഫുള്ളായിട്ട് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എത്രയോ സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിങ്ങളും എത്രയോ സലഫ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ ഇങ്ങനെ ചെയ്തു പോയവരാണ്. അള്ളാഹു നമുക്കും അങ്ങനെ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ. പടച്ചോനെ, പരിശുദ്ധമായ ഷഅബാനിൽ എല്ലാ കർമ്മങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇതുവരെ ചെയ്ത അമലുകളും നിസ്കാരമായാലും നോമ്പായാലും ഖുർആനോത്തായാലും എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അതുവഴി നമ്മുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. മനസ്സമാധാനം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.